ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. അതേസമയം തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥത്തിൽ നടത്തുമെന്നാണ് സൂചന. ജൂൺ 9-നോ 10-നോ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് വിവരം. ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ജിഷ്ണു, 1.5 മാസത്തിലേറെ നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. അവസാന ഘട്ടത്തിലെത്തും മുൻപ് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP. മൂന്നാം മോദി സർക്കാർ ജൂൺ 9-നോ 10-നോ കർത്തവ്യപഥത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പറയുന്നു. വികസന പാത അത് ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം, മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ ആ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയല്ലേ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കർത്തവ്യപഥത്തിൽ നടത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നതും BJP പുറത്തു പറയുന്നതും. രജനി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടം, ഏറ്റവും അവസാന ഘട്ടം ജൂൺ 1-ന് നടക്കുകയാണ്. ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളിലും പരസ്യ പ്രചരണത്തിന്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. രജനി ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ഉൾപ്പെടെ 13 മണ്ഡലങ്ങൾ, ഒപ്പം പഞ്ചാബിലെ ആകെ 13 മണ്ഡലങ്ങൾ, ഹിമാചൽ പ്രദേശിലെ 13 മണ്ഡലങ്ങൾ തുടങ്ങി 57 മണ്ഡലങ്ങളാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് BJPയും ഒപ്പം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേതൃത്വം നൽകിയിരുന്ന പരസ്യ പ്രചാരണങ്ങൾ ഇന്ന് കൊട്ടിക്കലാശിക്കുകയാണ്. ഏകദേശം രാജ്യത്ത് കഴിഞ്ഞ 1.5 മാസത്തോളമായി നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് ഓളം, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും അതിൻ്റെ പരസ്യ പ്രചാരണവും ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയം, മറ്റന്നാൾ ഏറ്റവും അവസാനഘട്ട വോട്ടെടുപ്പ്, അതിന് ശേഷം 3 ദിവസം മാത്രം കാത്തിരുന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും നിർണായകമായ അവസാന ഘട്ടം ഫലപ്രഖ്യാപനം ജൂൺ 4-ന് നടക്കുമെന്നാൽ ജൂൺ 4-ന് ഫലപ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പ്രാഥമിക ആലോചനകൾ BJP നേതൃത്വത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞ രാജ്യ തലസ്ഥാനത്ത് കർത്തവ്യപഥത്തിൽ നടത്താനുള്ള തീരുമാനമാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, 8000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൊതു ചടങ്ങ് എന്നുള്ള രീതിയിൽ ആഘോഷമാക്കി തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കർത്തവ്യപഥത്തിൽ, മുൻപ് രാജ്പഥായിരുന്ന ഇപ്പോഴത്തെ കർത്തവ്യപഥത്തിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ആലോചനകൾ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും 2014-ലും 2019-ലും മുൻപ് സത്യപ്രതിജ്ഞകൾ നടന്നിരുന്നതും രാഷ്ട്രപതി ഭവൻ്റെ മുൻപിൽ രാഷ്ട്രപതി ഭവന് മുൻപിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിലാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കർത്തവ്യപഥത്തിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്രയധികം ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം, NDA നേതൃത്വം എന്നാണ് നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വിലയിരുത്താൻ സാധിക്കുക. അത് തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഒപ്പം BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനുമായിരുന്ന അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം നമുക്ക് മുൻപിലുണ്ട്. ഇതിനോടകം തന്നെ ലോക്സഭയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് BJPയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഘട്ടങ്ങളാണ് എന്നുള്ള കൃത്യമായ വിലയിരുത്തലും പ്രഖ്യാപനവും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വം. അതിന് പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി, അല്ലെങ്കിൽ ഒരു ശക്തമായ എതിരാളികളാകാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ സാധിച്ചിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷം മോദി സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ വികസന പദ്ധതികൾ, മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ദേശീയ നിലപാടുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ അതും വർഷങ്ങൾക്ക് മുൻപേ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ പോലും ഓർമ്മിച്ചെടുത്തുകൊണ്ട് അത് നടപ്പാക്കാനും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ മുൻപോട്ട് നയിക്കാനും മോദി സർക്കാരിന് സാധിച്ചു. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് BJP നേതൃത്വം എത്തിയിട്ടുള്ളത്. കർത്തവ്യപഥ്, നമുക്കറിയാം, നേരത്തെ രാജ്പഥ് എന്ന് വിശേഷിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് അരങ്ങേറുന്ന, രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന, ജനുവരി 26-ന് ശ്രദ്ധാകേന്ദ്രമാകുന്ന പ്രദേശമാണ്. അതായത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശം. അവിടെ രാജ്പഥിൻ്റെ പേര് മാറ്റിക്കൊണ്ട് കർത്തവ്യപഥ് എന്നാക്കിക്കൊണ്ട്, കർത്തവ്യമാണ് സർക്കാർ നിർവഹിക്കേണ്ടത് എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡ് ആ കർത്തവ്യപഥിൽ അരങ്ങേറുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥിൽ വെച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJP എത്തിയിട്ടുള്ളത്. ഏതായാലും അവസാന
ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1 നടക്കുകയാണ്. ആ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണത്തിന്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. രജനി. യെസ് ജിഷ്ണു, കഴിഞ്ഞ ഈ പ്രചാരണ വേളകളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടത് ട്രയൽ മാത്രമാണ്, ഇനിയാണ് യഥാർത്ഥത്തിൽ കാണാൻ കിടക്കുന്നത്. അപ്പോൾ ഇനി സംഭവബഹുലമായ ദിവസങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ്. അതുമാത്രമല്ല, തികഞ്ഞ ആത്മവിശ്വാസം കൂടെയാണ് ഇപ്പോൾ BJP പങ്കുവയ്ക്കുന്നത് കൂടി. രജനി, പ്രചാരണ വേളയിലും ഒപ്പം പാർലമെന്റ് സമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം നടന്നതൊരു ട്രയലാണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരുന്നു. ഇനി വരാൻ പോകുന്നത് തീർച്ചയായും BJP മുൻപോട്ട് വയ്ക്കുന്ന ദേശീയതയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതും ഒപ്പം പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ദേശീയ നിലപാടുകൾ, ഇവ നടപ്പാക്കുന്ന സർക്കാരായിരിക്കും മൂന്നാം മോദി സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതാണെങ്കിലും രാമക്ഷേത്രമൊപ്പം CAA ഈ അന്യരാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം നേരിട്ടുകൊണ്ട് രാജ്യത്തേക്ക് എത്തിയവർക്ക് പൗരത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത്തരത്തിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് മോദി സർക്കാർ മുൻപോട്ട് പോയത്. മുൻപോട്ട് നോക്കുമ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയമാണെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിനും മുഴുവൻ വ്യക്തികൾക്കും ഒരു നിയമം കൊണ്ടുവരുന്നതാണെങ്കിലും അത്തരത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങൾ, വാഗ്ദാനങ്ങൾ BJP മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അവ നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ സുശക്തമായി മുൻപോട്ട് നയിക്കുന്ന തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം കഴിഞ്ഞ ഈ പ്രചാരണ വേളകളിലും പാർലമെന്റ് സമ്മേളനങ്ങളിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയുള്ള കാര്യങ്ങളുണ്ട്. അടുത്തൊരു 5-10 വർഷമല്ല, 2047 വരെയുള്ള ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ മോദി സർക്കാർ, BJP NDA സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഭാരതത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാക്കി മാറ്റുക, ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ നിലവിൽ വലിയൊരു ശക്തിയായി ഭാരതം മാറുന്നു. മുൻപ് അമേരിക്ക, ചൈന അച്ചുതണ്ട് മാത്രമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുകയും അതിന് പിറകിൽ മറ്റു രാജ്യങ്ങൾ അണിനിരക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് മോദി ഭരണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക സൈനിക ശക്തിയായി മാറുന്നതിനുള്ള യാത്രയിലാണ് നിലവിൽ ഭാരതം. ഇതിനോടകം തന്നെ ഒരു മൂന്നാമതൊരു ശക്തിയായി മാറാൻ വിവിധ പ്രതിസന്ധികൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വരുമ്പോൾ അതിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിനും സാധ്യമാകുന്ന ഒരു രാജ്യമായി ഇന്ന് ഭാരതം മാറുകയാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ സുശക്തമായ മുൻപോട്ട് പോക്കൊക്കെ ഒപ്പം രാജ്യത്തിനകത്ത് വിഘടനവാദ ശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വിവിധ തരത്തിൽ BJP നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടുകൾ, വാഗ്ദാനങ്ങൾ ഇവ നടപ്പിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുകയായിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ നിലപാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ തുടക്കം കർത്തവ്യപഥത്തിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് എന്ന ആലോചനയാണ് ഇപ്പോൾ BJP നേതൃത്വം നടത്തിയിട്ടുള്ളത്. ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ അടുത്ത തവണയും അധികാരത്തിലേറും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് BJP സർക്കാരിനുള്ള. കർത്തവ്യപഥത്തിൽ നിന്നായിരിക്കും അതിന് തുടക്കം കുറിക്കുക എന്നുള്ള ആലോചനയും ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം, അവസാനഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണവും ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അരയും തലയും മുറുക്കി ഈ അവസാനഘട്ടത്തിലും മുന്നണികൾ രംഗത്തുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.